ഞാൻ വലിയൊരു പ്രസംഗത്തിന് തയ്യാറാകുന്നില്ല. കാരണം അറിയില്ല അങ്ങനെയൊന്നും പ്രസംഗിക്കാൻ. ഇപ്പം ശാന്തിയുള്ള സാറ് പറഞ്ഞില്ലേ, അത് പ്രസംഗമല്ല. അത് പുള്ളി അങ്ങ് പറഞ്ഞു പോയത് വർത്താനം പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പോയി. ആ പോക്കിനൊരു പോക്കുകണ്ട, അതൊരു കലയാണ്. അങ്ങനെയൊന്നും പറയാനൊന്നും അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് എനിക്കിപ്പം ഉപ്പിട്ട കടല തിന്നാൻ പറ്റിയില്ല, വഴിക്കിറങ്ങി നടക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത്. ഞാൻ നാൽസായിക്കാടെ പടത്തിനകത്ത് ഒരു പടത്തിനകത്തില്ല. ഇപ്പം പിഷാരുടെ ഇവിടെ പറഞ്ഞു അവന് ഒരു പടത്തിൽ വിളിച്ചിട്ട് ബാക്കി ഒരു പടത്തിലും വിളിച്ചില്ല. എന്നാണോ ഒരു പടത്തിൽ വിളിച്ചില്ല ആദ്യത്തെ, അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പടത്തിലും എന്നെ വിളിക്കണ്ട. എന്നാന്നറിയാൻ മേല, അത് എന്നാണോ അല്ല കുടുംബമൊക്കെ ഇരിപ്പണ്ടേ, അവരോട് ചോദിക്കാൻ വല്ല ആലോചന വല്ലതും നടന്നിട്ടൊന്നുമില്ല. അപ്പം എന്തായാലും എനിക്ക് നാഷായിക്കാട് ഒരു പടത്തിനകത്ത് എനിക്കൊരു വേഷം കിട്ടിയിട്ടുണ്ട്. ഞാൻ മര്യാദയായിട്ട് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും സിനിമ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പം ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കൂട്ടുകാരായിട്ടും അതിനകത്ത് പ്രവർത്തിച്ച ആൾക്കാരും എല്ലാവരും ഇങ്ങനെ സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറയും. അപ്പം നമ്മൾ വർക്ക് ചെയ്തല്ലേ, നമ്മൾ വർക്ക് ചെയ്ത സാധനത്തിനെ കുറിച്ച് നമ്മളൊന്നും പറയരുത്. ഞാൻ എൻ്റെ വിശ്വാസം അന്നും ഇന്നും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സിനിമ, എത്ര കോടിയുടെ സിനിമ എടുത്താലും എത്ര ചെറിയ സിനിമ എടുത്താലും അടിസ്ഥാനമുള്ള സിനിമയ്ക്കും നല്ല കഥയുള്ള സിനിമയ്ക്കും ജനം കണ്ട് അതിന് മറുപടി തരുമ്പോഴാണ് നമ്മൾ വലിയ സിനിമ എടുത്തെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ സിനിമ ഇപ്പം നമ്മളൊരു വലിയ സിനിമ എന്നും പറഞ്ഞ് നമ്മൾ ഇറക്കുന്ന അങ്ങനെ ഒരു സിനിമയല്ല. ഞങ്ങളുടെ നാഷായിക്കാട് സാധാരണ കാണാറുള്ള പടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു റൂട്ടിലേക്ക് എല്ലാപ്പോഴും ഒരുപോലെ ഇരിക്കുള്ളൂ. ഇപ്പം മാജിക് മഷ്റൂമിൽ ഞാനും ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അത് നായകൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. നായികയുടെ അച്ഛൻ എന്നെ നോക്കി ചെറിയ എന്തോ ഒക്കെ ഞാൻ പറയുന്നൊന്ന് കോപ്പി അടിച്ച് പറഞ്ഞാലോന്നൊക്കെ. നായികയുടെ അച്ഛനല്ലേ അത്? അല്ല അവനപ്പുറേക്കട്ടെ, ഞാൻ നിന്നെ എന്ന് വന്ന് തൊട്ടപ്പം നീ എന്നാ പറഞ്ഞ എന്നെ പറ്റി തുടർന്നല്ലേ? ഞാൻ അവിടെ അഭിനയിച്ച തൊട്ടപ്പം പറയാ തുടർന്ന അങ്ങനെ. ആ സീരിയസ് തന്നെ നടക്കിക്ക. എനിക്കവനെ കാണണ്ട. അതിന് നീ പറയണ്ട, ശരിയല്ല. പടം കാണുമ്പോ അറിയാം ഒരു യുദ്ധമൊക്കെ ഉണ്ട്. എല്ലാവർക്കും